പാഠം 382 കപ്പിനും ചുണ്ടിനുമിടയിൽ. ഇതെന്താണ്? വില്യാഭ്യാസം രാവിലെ മുതൽ തുടങ്ങിയ കണക്കൂടലാണല്ലോ. ഇതെന്തു പറ്റി? ഇതിന് മാത്രം കൂട്ടാനുള്ള കണക്ക് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ വീട്ടിലാകെ ഉള്ളത് നമ്മൾ രണ്ടുപേരെ. ആ രണ്ടുപേരുടെ ചെലവ് എന്ന് പറയുന്നത് വിരൽ എണ്ണി കൂട്ടാവുന്ന കാശ്. അപ്പൊ പിന്നെ ഇതിന് മാത്രം എഴുതാൻ എന്താ ഉള്ളത്? മോഹനേട്ടനോടാണ് ഞാൻ ചോദിച്ചത്, ഇതിന് മാത്രം കൂട്ടാൻ എന്തിരിക്കുന്നു എന്ന്. ഒരാൾ ഒരു ജോലി ചെയ്യുമ്പോ വെറുതെ പിന്നാലെ വന്നിങ്ങനെ ശല്യപ്പെടുത്തരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് ചെയ്യാനുള്ള ജോലി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇത്രയും മെനക്കെട്ടൊരു ജോലി ചെയ്യുന്നത് ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടൊക്കെ ചോദിച്ചു മാത്രം. ഇപ്പോഴാണ് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധയോടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന് എനിക്കൊരു ആവശ്യം വന്നു, ഞാനത് ചെയ്യുന്നു. ഈ കണക്ക് ഞാൻ കൂട്ടിക്കഴിയുമ്പോഴും നിന്റെ മുഖത്ത് ഈ ചിരി ഉണ്ടാവണം, അത് മാത്രം ഓർത്താ മതി. എന്റെ മുഖത്ത് ചിരിയോ? അതൊന്നും മനസ്സിലായില്ലല്ലോ. എന്റെ ചിരിയും മോഹനേട്ടൻ നാരങ്ങാവെള്ളം കുടിച്ചാൽ കണക്ക് തമ്മിൽ എന്താണ് ബന്ധം? അതൊക്കെ നീ കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കി അനവസരത്തിൽ അനാവശ്യമായി വെല്ലുവിളിച്ചപ്പോ നീ ആലോചിച്ചില്ല. അതുകൊണ്ട് എന്ത് ദോഷമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇനി പച്ചക്കറിയുടെ കണക്ക് മാത്രമേ എഴുതാനുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിന്റെ മുഖത്ത് ഈ ചിരി ഉണ്ടാവില്ല. ആരെ വെല്ലുവിളിച്ച കാര്യം മോഹനേട്ടൻ പറയണേ? നീ ഒരു 5 മിനിറ്റ് കാത്തു നിൽക്കൂ, എല്ലാ പ്രശ്നം തീർത്തു തരാം. ഇന്ന് ഏപ്രിൽ മാസം 30-ാം തീയതിയാണ്. ഏപ്രിൽ 30. ഏപ്രിൽ 30 എന്താ പ്രത്യേകത? എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. മോഹനേട്ടാ, ഇവിടെ ഇതിങ്ങനെ പത്രം വായിച്ച് കാണാതെ പഠിക്കാതെ എന്നെ ഒന്നും സഹായിച്ചൂടെ? എന്ത് സഹായം? ഈ വീട് മുഴുവൻ ഇന്ന് വൃത്തിയാക്കാന്നല്ലേ പറഞ്ഞത്? ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടുണ്ട്, നടക്കില്ല. മോഹനേട്ടനും കൂടി ഉണ്ടല്ലോ എന്ന് കരുതിയാ ഈ ഞായറാഴ്ച നോക്കി ഞാൻ അതൊക്കെ ചെയ്യാന്ന് വെച്ചത്. ആഴ്ചയിൽ 6 ദിവസം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് സർക്കാർ 7-ാം ദിവസം ഞങ്ങൾക്ക് വിശ്രമം അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ വിശ്രമത്തിലാണ്. ആഴ്ചയിൽ 6 ദിവസം ഞാനും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ എനിക്ക് വിശ്രമിക്കാലോ? നിനക്ക് കഷ്ടപ്പാട് 4 കേസ് കാണാതെ പിടിച്ച് കോടതി പോയി പറയണം. അതിലിപ്പോ എത്ര കഷ്ടപ്പാട്? അതുപോലാണോ വില്ലേജ് ഓഫീസർമാർ? വില്ലേജ് ഓഫീസർക്ക് മലമറക്കിലാണല്ലോ ജോലി. ഞങ്ങളെ പോലുള്ള വക്കീലന്മാരുടെ കഷ്ടപ്പാടോ റിസ്കോ അല്ലോ നിങ്ങൾക്കുണ്ടോ? ആര് പറഞ്ഞു? ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരെന്നാണ് നീ കരുതിയിരിക്കുന്നത്? ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരാണ്? മാസാമാസം എണ്ണിച്ചുട്ട അപ്പം പോലെ 23,000 രൂപ നക്കാപ്പിച്ച വാങ്ങുന്ന ഒരു സാധു സർക്കാർ ഉദ്യോഗസ്ഥൻ. പക്ഷേ ഒരു വക്കീലോ, നല്ലൊരു കേസ് കിട്ടിയാൽ ലക്ഷങ്ങളാണ് ഞങ്ങൾ സമ്പാദിക്കുക. കിട്ടിയ എന്നിട്ട് വക്കീൽ എത്ര ലക്ഷം രൂപ സമ്പാദിച്ചു? കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മോഹനേട്ടനെക്കാട്ടിലും കൂടുതൽ സമ്പാദിച്ചത് ഞാനായിരിക്കുവേ. എന്ന് ഇതുവരെ ഏതെങ്കിലും ഒരു മാസം എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം നിനക്ക് കിട്ടിയിട്ടുണ്ടോ? മിക്കവാറും എല്ലാ മാസവും ഞാൻ തന്നെയാണ് കൂടുതൽ ഫീസ് വാങ്ങുന്നത്. അത് നിന്റെ മോഹം, ഒരിക്കലും നടക്കാത്ത മോഹം. ശരി, അങ്ങനെയാണെങ്കിൽ ഈ മാസം 30-ാം തീയതി ഈ മാസത്തെ കണക്കെടുത്ത് നോക്കാം. കൂടുതൽ പൈസ വാങ്ങുന്നത് മോഹനേട്ടനാണെങ്കിൽ ഇവിടുത്തെ ജോലിയിൽ ഒന്നും മോഹനേട്ടൻ എന്നെ സഹായിക്കണ്ട. മോഹനേട്ടൻ പറയുന്ന പോലെ എല്ലാം ഞാൻ അനുസരിച്ചോളാം. സമ്മതിച്ചല്ലോ? സമ്മതിച്ചു. പക്ഷേ കൂടുതൽ പൈസ കിട്ടുന്നത് എനിക്കാണെങ്കിൽ വേറെ ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഏപ്രിൽ 30 മുതൽ വീട്ടിലെ സകല ജോലിയിലും മോഹനേട്ടൻ എന്നെ സഹായിക്കണം. വെറുതെ അങ്ങ് സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. വില്ലേജ് ഓഫീസർ കെ മോഹനേശ്വരൻ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. അപ്പോ അതാണ് കാര്യം. വില്ലേജ് ഓഫീസറുടെ ആത്മവിശ്വാസം കണ്ടിട്ട് കളി കൈവിട്ടുപോയ ലക്ഷണമാണല്ലോ. അപ്പൊ അന്നത്തെ പന്തയം മറക്കാതെ ഓർത്ത് വെച്ചിരിക്കായിരുന്നല്ലേ? എനിക്കത് ഓർത്തല്ലേ പറ്റൂ.
മാന്യനും സത്യസന്ധനുമായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി നക്കാപ്പിച്ച കാശിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സാധു എന്ന് പരിഹസിച്ചതാരാ? നീയല്ലേ? അപ്പോ കാര്യങ്ങൾ അങ്ങനെയല്ലെന്നും ഒരു ഉണക്ക വക്കീലിന് സമ്പാദിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാശ് ശമ്പളമായി ഒരു വില്ലേജ് ഓഫീസർ കിട്ടും എന്ന് തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമായി പോയില്ലേ? ശരി, അപ്പൊ പിന്നെ മോഹനേട്ടൻ കണക്കൂട്ടിക്കൊണ്ട് ഇവിടെ ഇരിക്കെ. എനിക്ക് അടുക്കള വേറെ പണിയുണ്ട്. അടുക്കളയ്ക്ക് പോകാൻ വരട്ടെ. അതിനു മുമ്പ് എന്റെ ഷർട്ട് മുണ്ട് പോയി തേച്ച് വെക്കാൻ നോക്ക്. എന്തിന്? ഇന്നു മുതൽ ഈ വീട്ടിലെ സകല ജോലിയും നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ്. എന്നോട് ഒരു ചെറിയ സഹായം പോലും ചോദിക്കാൻ പാടില്ല. അത് കണക്കൂട്ടി കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ആദ്യം ഈ കണക്കൂട്ടിലങ്ങ് നടക്കട്ടെ. കണക്ക് കൂട്ടി കഴിഞ്ഞു. കേട്ടോളൂ, കഴിഞ്ഞ ഒരു മാസത്തെ എന്റെ ശമ്പളം 23,850 രൂപ. നിനക്ക് കിട്ടിയത് 24,500 രൂപ. ഇത് നീ തന്നെ കണക്കാ നോക്ക്. അപ്പോഴും എനിക്ക് തന്നെയാണ് കൂടുതൽ വരുമാനം. മോഹനേട്ടന് കിട്ടിയത് 23,850 രൂപ. എനിക്ക് 24,500 രൂപ. അതായത് 650 രൂപ കൂടുതൽ കിട്ടിയത് എനിക്കാണ്. ഇനി എന്താണ് സാറിന്റെ പ്രശ്നം? പ്രശ്നം തീർന്നില്ലല്ലോ. സഹകരണ ബാങ്കിലെ പൈസക്ക് കിട്ടിയ പലിശ കൂടി വരുമാനമാണല്ലോ. ഈ മാസം പലിശയായി കിട്ടേണ്ടത് 1,400 രൂപയാണ്. അപ്പോ എന്റെ വരുമാനം 25,250 രൂപയാകും. നിന്നേക്കാൾ 750 രൂപ കൂടുതൽ. അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. ഏത് പള്ളിയില്? സഹകരണ ബാങ്കിൽ കിടക്കുന്ന പൈസയെ മോഹനേട്ടൻ ഒറ്റയ്ക്ക് സമ്പാദിച്ചുണ്ടാക്കിയതല്ലോ. ഞാൻ വാങ്ങുന്ന ഫീസ് മോഹനേട്ടന്റെ കയ്യിൽ തരുമ്പോൾ അതിൽ നിന്നൊരു 10 പൈസ പോലും ചെലവാക്കാൻ എന്നെ സമ്മതിക്കാതെ മോഹനേട്ടൻ സഹകരണ ബാങ്കിൽ കൊണ്ട് ഇടുവല്ലായിരുന്നു. അപ്പൊ സഹകരണ ബാങ്കിലെ പലിശ എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അത് പിന്നെ എങ്ങനെയാണ് മോഹനേട്ടന്റെ വരുമാനമാകുന്നത്? ആ പൈസ ബാങ്കിൽ കൊണ്ടുപോയിടാതെ നിന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അതിൽ 10 പൈസ ഇപ്പൊ കാണില്ലായിരുന്നു. നീ ഇത് പണ്ടേ ധൂർത്തടിച്ച് നശിപ്പിച്ചാണ്. പിന്നെ ഈ ന്യായം ഒന്നും ഇവിടെ വേറെ പോവില്ല മോഹനേട്ടാ. ബാങ്കിൽ കിടക്കുന്ന കാശിന്റെ പകുതിയിൽ കൂടുതലും എന്റേതാണ്. അല്ലെങ്കിൽ വേണ്ട, ഒരു ഭാഗത്തിന് വേണ്ടി പകുതി മതി ഞാനങ്ങ് വെച്ചു. അതായത് പലിശയിൽ പകുതി എനിക്ക്. ചുരുക്കത്തിൽ എന്റെ വരുമാനം 24,500 രൂപയുടെ കൂട്ടത്തിൽ 700 രൂപ പലിശയും കൂട്ടി 25,200 രൂപ. മോഹനേട്ടൻ്റെത് 23,850 രൂപയുടെ കൂടെ 700 രൂപയും കൂടെ കൂട്ടിയാൽ 24,550. അപ്പോഴും ഞാൻ തന്നെ ജയിച്ചു. ഇനി ഇവിടുത്തെ സകല ജോലിയിലും മോഹനേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. നടന്നത് തന്നെ. കണക്കിന്റെ ബാക്കി നീ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഹമേ, നീ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനം എന്ന് പറഞ്ഞാൽ വരുമാനം. അതെ, പക്ഷേ വരുമാനം എന്ന് പറഞ്ഞാൽ ആകെയുള്ള വരവല്ല. കിട്ടിയ കാശിൽ നിന്ന് ചെലവ് കഴിച്ച് ബാക്കിയുള്ളതാണ് വരുമാനം. ഒരു കടക്കാരൻ ഒരു ദിവസം 10,000 രൂപയുടെ സാധനം വിറ്റു എന്നിരിക്കട്ടെ. ആ കിട്ടുന്ന 10,000 രൂപ മുഴുവനും അയാളുടെ വരുമാനമല്ല. അയാൾ ചിലവാക്കിയത് 9,000 രൂപയാണെങ്കിൽ അയാളുടെ ലാഭം 1,000 രൂപ മാത്രമാണ്. അതുകൊണ്ട് നിനക്കും എനിക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കേണ്ടി വന്ന കാശ് ഈ വരുമാനത്തിൽ നിന്ന് കുറയ്ക്കണം. എന്ന് വെച്ചാ പൊതുവായ വീട്ടു ചിലവുകൾ വിടാം. പച്ചക്കറി, പലചരക്ക്, പാല് തുടങ്ങിയ അടുക്കളയ്ക്ക് ആവശ്യമായി വാങ്ങിയ സാധനങ്ങളുടെ ചിലവുകളൊക്കെ ഒഴിവാക്കാം. കറണ്ട് ചാർജ്, ലാൻഡ് ഫോണിന്റെ ബില്ല് എന്നിവയും വിടാം. ബാക്കി ചെലവായ കാശിന്റെ കണക്ക് നോക്കാം. എനിക്കാകെ ചെലവായ കാശ് വായിക്കാം. ഏപ്രിൽ 1 മുതൽ 30 വരെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് 9 ചായ 63 രൂപ. കേശവന്റെ മുറുക്കാൻ കടയിൽ നിന്ന് 2 നാരങ്ങ വെള്ളം 12 രൂപ. 1-ാം തീയതി അമ്പലത്തിൽ കാണിക്കയിട്ടത് 5 രൂപ. ദിവാകരന്റെ സ്ഥലമളക്കാൻ പോയപ്പോൾ കുപ്പിച്ചില്ല് കൊണ്ട് കാൽ മുറിഞ്ഞപ്പോൾ ഒട്ടിക്കാൻ പ്ലാസ്റ്റർ വാങ്ങിയത് 5 രൂപയ്ക്ക്. തീർന്നു. ഇത്രയും മാത്രമാണ് എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെലവാക്കിയത്. മൊത്തം 85 രൂപ. എന്റെ വരുമാനമായി നീ പറഞ്ഞ 24,550 രൂപയിൽ നിന്ന് 85 രൂപ കുറച്ചാൽ ബാക്കി 24,465 രൂപയാണ് എന്റെ വരുമാനം. നാരങ്ങാവെള്ളം കുടിച്ചെന്റെ പ്ലാസ്റ്ററൊക്കെ കണക്ക് എഴുതി വെച്ചിരിക്കുന്നു. കഷ്ടം മോനട്ടാ.
പിന്നല്ലേ കണക്ക് കണക്കാണ്. ഇനി നിന്റെ ചെലവ് നോക്കാം. ഏപ്രിൽ 1-ാം തീയതി മുതൽ ഇന്ന് വരെ നിന്റെ വണ്ടിക്ക് പെട്രോൾ അടിച്ചതിന് 700 രൂപ. ഇത് നീ തന്ന കണക്കാണ്. നിന്റെ മൊബൈൽ ഫോണിന്റെ ബില്ല് 850 രൂപ. ഇതൊക്കെ ഇങ്ങനെ കൂട്ടിയാൽ എങ്ങനെയാ? കൂട്ടിയേ പറ്റൂ. നീ സ്കൂട്ടറിൽ പെട്രോൾ അടിക്കുന്നത് നിനക്ക് കോടതിയിലേക്ക് പോകാനാണ്. നിന്റെ മൊബൈൽ ഫോൺ നിനക്ക് മാത്രം ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് അത്തരം ചെലവുകൾ വീട്ടു ചെലവുകളല്ല. ഹോട്ടലിൽ നീ പലപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതിന്റെ കണക്കൊന്നും നീ തന്നിട്ടില്ല. അത് കൂടാതെ തന്നെ 1550 രൂപയായി കഴിഞ്ഞു. നിന്റെ വരുമാനമായ 25,200 രൂപയിൽ നിന്ന് 1550 രൂപ കുറച്ചാൽ 23,650 രൂപ. ചുരുക്കത്തിൽ നിന്നേക്കാൾ 815 രൂപ ഞാൻ കൂടുതലായി സമ്പാദിച്ചിട്ടുണ്ട്. എന്താ നീ മിണ്ടാത്തത്? ഇങ്ങോട്ട് നിൽക്ക്. ഭാമേ, സ്വന്തം ഭർത്താവിനെ വെല്ലുവിളിക്കുന്നത് തന്നെ അന്തസ്സുള്ളൊരു ഭാര്യയ്ക്ക് ചേർന്നല്ല. പക്ഷെ നീ വെല്ലുവിളിച്ചപ്പോ നീ കരുതി ഞാൻ അന്ന് തന്നെ എല്ലാം മറന്നു പോകുന്നു. പക്ഷേ കെ മോഹനേഷൻ അതൊന്നും മറക്കില്ല. ഇന്നു മുതൽ ഈ വീട്ടിലെ എന്തെങ്കിലും ജോലിയുടെ കാര്യം നീ എന്നോട് പറഞ്ഞാൽ വിവരം അറിയും. ഈ വീട്ടിലെ ഗൃഹനാഥൻ കെ മോഹനേഷനാണ്. ഞാൻ പറയുന്നത് ഇവിടെ നടക്കൂ. എങ്ങോട്ട് പോകുന്നു? അതാരാണെന്ന് ഞാൻ നോക്കണം. നീ പോയി എന്റെ ഷർട്ട് മുണ്ട് തേച്ച് വെക്ക്. മോഹനോടുള്ള ഷർട്ട് മുണ്ട് തേച്ച് തന്നില്ലേ? അത് പോരാ. ഇന്ന് എനിക്ക് എന്റെ ഷർട്ട് മുണ്ടും എല്ലാം ഒരുമിച്ച് തേച്ച് കാണണം. പന്തയം ജയിക്കുന്നയാൾ പറയുന്ന എല്ലാം തോറ്റയാൾ കേൾക്കണം. നിന്റെ അഹങ്കാരം ഇതോടെ തീരണം. മേലിൽ മോഹനേശ്വരോട് പന്തയം വെക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടാകരുത്. പോയി ഷർട്ട് മുണ്ട് തേച്ച് വെക്ക്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒത്തുകിട്ടുന്നത്. ഇത് ആഘോഷിച്ചതിന് ബാക്കി കാര്യം. വേഗാവട്ടെ. വക്കീലുണ്ട്, പക്ഷെ ആള് കുറച്ച് തിരക്കില്ല. ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമായിരുന്നു. എന്താവശ്യമായാലും ഇപ്പൊ നടക്കില്ല. വക്കീലിനെ കണ്ടേ പറ്റുന്നാണെങ്കിൽ ഒരു 10:30 മണിയാകുമ്പോ വക്കീൽ ഓഫീസിലേക്ക് ചെന്നാൽ മതി. അതല്ല സർ, ഞാൻ ബാംഗ്ലൂർക്ക് പോകുന്ന വഴിയാ. വക്കീലിനെ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. മെനഞ്ഞെന്ന് കൊടുക്കാനുള്ളതാ. ഇന്നെങ്കിലും കൊടുത്തില്ലെങ്കിൽ വക്കീൽ പ്രശ്നം ഉണ്ടാക്കും. പൈസയോ? എത്ര പൈസ? 5000 രൂപയുണ്ട്. ഇത് വക്കീലിന് കൊടുക്കാനുള്ളതാ. ഇത് കേസ് വാശിന്റെ ഫീസാണോ? അതെ. കേസ് വിധിയായിട്ട് ഒരാഴ്ചയായി. പെട്ടെന്ന് കൈ പണമില്ലാത്തതുകൊണ്ട് മെനഞ്ഞാന്ന് കൊടുക്കാന്ന് പറഞ്ഞിരുന്നതാ. ഈശ്വര, ഈ പൈസ ഇപ്പൊ കിട്ടിയ പ്രശ്നമാവും. സാറേ, വക്കീലൊന്ന് വിളിക്കേ. എനിക്ക് പോയിട്ട് അത്യാവശ്യമുള്ളതാ. അല്ല, ആദ്യം ഞാൻ കൊടുത്തേക്കാം. വക്കീലൊന്ന് കണ്ടാൽ നന്നായിരുന്നു. അതല്ല, ഞാൻ പൈസ കൊടുക്കാതെ മുങ്ങി നടക്കണമെന്ന വക്കീൽ കരുതിയിരിക്കുന്നേ. വക്കീലെ കാണാൻ പറ്റില്ല. കാശ് ഞാൻ കൊടുത്തോളെന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ? അല്ല സാറേ. പ്രകാശ, നിനക്കൊരു കേസുണ്ടായി. വക്കീൽ അത് വാദിച്ചു, ജയിച്ചു. അതിന്റെ ഫീസ് നീ വക്കീലിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. ഞാൻ വക്കീലിന്റെ ഭർത്താവാണെന്ന് നിനക്കറിയാലോ. അറിയാം. വക്കീൽ കൊടുക്കാനുള്ള കാശ് വക്കീലിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വക്കീലിന്റെ ഭർത്താവിനെ ഏൽപ്പിച്ചതോടുകൂടി നിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇതന്നിട്ട് വേഗം സ്ഥലപ്പെടാൻ നോക്ക്. അപ്പോ വക്കീലിനെ ഞാൻ വിളിച്ചോളാം. ആ കേസിൽ നീയും വക്കീലും തമ്മിലുള്ള സകല ഇടപാടും ഈ കാശ് തന്നോട് തീർന്നു. പിന്നെ എന്തിനാ ഫോൺ വിളിക്കുന്നത്? നീ പോയിട്ട് അടുത്ത കേസുണ്ടാവും വന്നാൽ മതി. അതിനുമുമ്പ് വെറുതെ വക്കീലിനെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തിയാ നീ വിവരം അറിയും. മനസ്സിലായല്ലോ? ശരി, ചെല്ല്, പോ. ശരി. ഈശ്വര, ഈ 5000 രൂപ കിട്ടിയ അവരുടെ വരുമാനം 28,000 രൂപ കഴിയും. എന്തായാലും പ്രകാശ് എന്റെ മുമ്പ് ഒന്ന് വിട്ടത് ഭാഗ്യം. ആരായിരുന്നു മോനട്ടാ? ആര്? കോളിംഗ് ബെൽ അടിച്ചത് ആരായിരുന്നു? അതേതോ ഒരു പിച്ചക്കാരൻ, 2 കണ്ണ് കാണാൻ പറ്റിയ ഒരാൾ. ഞാൻ അയാൾക്കൊരു 10 രൂപ കൊടുത്തു. 10 രൂപയോ? ഞാനത് വിശ്വസിക്കില്ല. 1 രൂപയെന്നോ 50 പൈസ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാം. 10 രൂപയോ? ടീച്ചറാ, 10 രൂപ കൊടുക്കുന്നത് ഞാൻ കരുതിയല്ല. പക്ഷേ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണല്ലോ. നിന്നെ പോലെ ധിക്കാരിയായ ഭാര്യയെ വരച്ച വരയിൽ നിർത്തിയ ദിവസമല്ലേ? അതിന്റെ സന്തോഷത്തിൽ ഞാൻ അയാൾക്ക് 10 രൂപ കൊടുത്തു. ഇതിന് മാത്രം ഇങ്ങനെ കക്കാന്ന് ചിരിച്ച് സന്തോഷിക്കാതിരിക്കുന്നു.
ഒരു ചെറിയ പന്തയം വെച്ചു, ഞാൻ അതിൽ ചെറുതായിട്ടൊന്ന് തോറ്റു. അത്ര ഒരു കാര്യമൊന്നുമല്ല. നിനക്കിത് ചെറിയ കാര്യമായിരിക്കും, പക്ഷേ എനിക്കിത് വലിയ കാര്യമാണ്. നിന്നെ പോലെ അഹങ്കാരികളും ധിക്കാരികളുമായ ഭാര്യമാരെ കൊണ്ട് സാഹികെട്ട് ജീവിതം തന്നെ കഷ്ടത്തിലായ എല്ലാ ഭർത്താക്കന്മാർക്കും വേണ്ടിയാണ് ഞാൻ ഈ പന്തയം ജയിച്ചത്. വീടിന്റെ നെടുന്തൂൺ ഭർത്താവാണെന്നും ഭർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുകയാണ് ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വമെന്ന് എല്ലാ പെണ്ണുകളും പഠിക്കട്ടെ. ഇന്നു മുതൽ എന്റെ ഒരു ചെറിയ സഹായം പോലും കിട്ടാതെ നീ കഷ്ടപ്പെടും. ഒടുവിൽ നീ എന്നോട് പറയും, മോഹനേട്ട, ഇനി എന്നും ഞാൻ മോഹനേട്ടനെ അനുസരിച്ചോളാം, അടക്കവും ഒതുക്കവും ഒരു പെണ്ണായി ഞാൻ ഇവിടെ കഴിഞ്ഞോളാം, എന്നോട് ക്ഷമിക്കൂ എന്ന്. ഞാൻ പിന്നെ മോഹനേട്ടനോട് പറഞ്ഞു തന്നെ. ഇതെന്നല്ല, ഇതിലും അപ്പുറത്തെ വിഷയം ഉണ്ടായാലും ഞാൻ ഈ വിഷയത്തിൽ സത്യഭാമ ക്ഷമ പറയുമെന്ന് മോഹനേട്ടൻ കരുതണ്ട. കാണാം. ഉത്തമന, ഞാൻ നോക്കിട്ട് വരാം. ആദ്യം ജോലി ഒരാൾ വിളിക്കുന്നത് കേട്ടില്ലേ മോഹനേട്ട? ഞാൻ നോക്കിട്ട് വരാന്ന്. കാര്യം എന്താണെന്ന് ഞാൻ പോയി ചോദിച്ചോളാം. ആദ്യം ഈ ഷർട്ട് അത് കഴിഞ്ഞിട്ടുള്ള കാര്യം അപ്പൊ പറയാം. ഞാൻ തേച്ചോളാം. നമസ്കാരമുണ്ട് സാറേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഒരുപാടുണ്ട്. അഹങ്കാരിയായ ഭാര്യയെ എങ്ങനെ നിലക്ക് നിർത്താമെന്ന് കണ്ടുപിടിച്ച് വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. ഇന്നു മുതൽ ഭാമ ഈ വീട്ടിലെ സകല ജോലികളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് മനസ്സിലായില്ല, എന്താണ് സാറേ സംഭവം? അതൊക്കെ ഉണ്ട് ഉത്തമ. ഏതെങ്കിലും ഒരു മാസം ഭർത്താവിനേക്കാൾ 10 രൂപ കൂടുതൽ സമ്പാദിച്ചാൽ അതിന്റെ പേരിൽ അഹങ്കരിക്കുന്നത് ഒരു ഭാര്യയ്ക്കും ചേർന്നതല്ല. ഭാമ അത്തരം ഒരു അഹങ്കാരിയായിരുന്നു. ഇന്നത്തോടുകൂടി ആ അഹങ്കാരം തീർന്നു. നമസ്കാരം വക്കീലേ. രാവിലെ സാറും വക്കീലും തമ്മിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ, അതിലെന്തായാലും ഞാൻ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ലേ. ഞാനിപ്പോ വന്നത് വേറൊരു കാര്യം പറയാനാണ്. വക്കീലിന് ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഉത്തമനൊരു കാര്യമേറ്റാൽ ഏറ്റതാണെന്ന്? എന്താ കാര്യം പറ സാറേ. സാറ് കേൾക്കണം. ഞാൻ നാട്ടുകാർക്ക് ഓരോ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അതിന്റെ കമ്മീഷൻ വാങ്ങി ജീവിക്കുന്ന ഒരു പാവം ബ്രോക്കറാണ് ഞാൻ. വില്ലേജ് ഓഫീസിൽ വന്ന് ഓരോരുത്തർക്കും ഓരോ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ 10-50 രൂപ ഞാൻ കമ്മീഷനായി വാങ്ങുന്ന കാര്യം സാറിന് അറിയാലോ? അറിയാം. അങ്ങനെ ഏതെങ്കിലും ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ആവശ്യം ഞാൻ നടത്തി കൊടുക്കുകയും ചെയ്യും. ഉത്തമൻ പറ്റിച്ചു എന്ന് ആരെങ്കിലും സാറിനോട് പരാതി പറഞ്ഞിട്ടുണ്ടോ? വിശ്വാസം അതല്ലേ സാർ എല്ലാം. ഉത്തമൻ എന്താണ് പറഞ്ഞു വരുന്നത്? പറഞ്ഞു വരുന്നത് ഈ നിൽക്കുന്ന വക്കീലിനെ പറ്റിയാണ്. വക്കീലിന് ഞാൻ എത്ര കേസുകൾ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ വക്കീലിന് മാന്യമായിട്ടുള്ള ഫീസും കിട്ടിയിട്ടുണ്ട്. എനിക്ക് വക്കീല് മാന്യമായ കമ്മീഷൻ തന്നിട്ടുണ്ട്. ശരിയല്ലേ? ആണെങ്കിൽ സാറേ, ഒരു 3 മാസം മുമ്പ് നമ്മുടെ കിഴക്കേലെ പ്രകാശന്റെ ഒരു കേസ് ഞാൻ വക്കീലിന് പിടിച്ചു കൊടുത്തു. പ്രകാശൻ വക്കീലിന് അഡ്വാൻസ് കൊടുത്തപ്പോ തന്നെ വക്കീൽ ഒരു 500 രൂപ എനിക്ക് കമ്മീഷനായിട്ട് തരികയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ ആഴ്ച കേസ് വിധിയായി. പ്രകാശൻ കേസ് ജയിച്ചു. ഫീസിനത്തിൽ ബാക്കി കൊടുക്കാനുണ്ടായിരുന്ന 5000 രൂപ അന്ന് അവന്റെ കയ്യിൽ ഇല്ലാത്തത് കാരണം മെനിയാന്ന് കൊടുക്കാമെന്ന് പ്രകാശൻ ഏറ്റിരുന്നു. പക്ഷേ പ്രകാശൻ മെനിയാന്ന് കാശ് കൊടുത്തില്ല. അതിന്റെ പേരിൽ ഈ വക്കീൽ ഇനി എന്നെ പറയാൻ ബാക്കി ഒന്നുമില്ല. എങ്ങനെ ഞാൻ പറയാതിരിക്കും? മിനിങ്ങാന്ന് രാവിലെ വിളിച്ചപ്പോ പ്രകാശൻ പറഞ്ഞു കാശ് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് തരാന്ന്. വൈകിട്ട് വരെ ആളെ കാണാതിരുന്നപ്പോ ഞാൻ ഫോൺ ചെയ്തു. പക്ഷേ അപ്പൊ ഫോൺ ഓഫ്. ഇന്നലെ രാവിലെ മുതലേ ഞാൻ ഫോൺ വിളിക്കുന്നതാണ്. പക്ഷേ പ്രകാശ് ഫോൺ എടുക്കുന്നില്ല. ഉത്തമൻ കൊണ്ടുവന്ന കക്ഷിയല്ലേ. അപ്പോ പ്രകാശിനോട് പറയാനുള്ളത് ഞാൻ ഉത്തമനോട് പറഞ്ഞു. മേലിൽ ഇത്തരം തട്ടിപ്പുകാരുടെ കേസ് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അടി കിട്ടുന്നത് ഉത്തമനാണെന്ന് ഞാൻ പറഞ്ഞു. അതിലെന്താ തെറ്റ്? ഞാൻ പറയട്ടെ. പക്ഷെ വക്കീലിന്റെ പരാതി ഇപ്പൊ തീർന്നല്ലോ. തരാനുള്ള രൂപ 5000 പ്രകാശൻ ഇവിടെ കൊണ്ടുവന്ന് തന്നല്ലോ. അതെ, ഉത്തമന്റെ കക്ഷികൾ അത്തരം ഡീസന്റ് പാർട്ടികളാണ്. ആരെവിടെ കൊണ്ടുവന്നു? ഒരു 15 മിനിറ്റ് മുമ്പ് ബാംഗ്ലൂർ പോകുന്ന വഴി വക്കീലിന് കൊടുക്കാനുള്ള 5000 രൂപ ഇവിടെ കൊണ്ടുവന്ന് ഈ മോഹനേന്ദ്ര സാറിന്റെ കയ്യിൽ കൊടുത്തെന്ന് ഇപ്പം പ്രകാശ് എന്റെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ. ആ തടിമില്ലിന്റെ വളവിൽ വെച്ച് ഞാൻ പ്രകാശനുമായിട്ട് സംസാരിച്ചിട്ടല്ലേ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്.
അയ്യോ എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായ, എനിക്ക് കാപ്പി കുടിക്കണം, ഞാൻ ഇറങ്ങുന്നു. മാറ്. കാപ്പിയൊക്കെ നമുക്ക് കുടിക്കാം. ആദ്യം മോഹനന്റെ കൈ ഒന്ന് മാറ്റിക്കേ. കൈ മാറ്റാൻ. കൈ മാറ്റി മോഹനട്ടാ. മാറ്റാൻ. വിടൂല. നെഞ്ചു തന്നെ എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ നിൽക്കേ. തൊട്ട് പോണ്ട്. 5000 രൂപ. സാറേ ഒന്നിങ്ങോട്ട് വരും, ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് വാങ്ങി പോക്കറ്റിലിട്ടിട്ട് നടന്നിട്ടായിരുന്നോ ഈ നാടകം കളി? എന്ത് എന്താണ് വക്കീലെ പ്രകാശം കാശ് കൊണ്ടുവന്നാലേ സാറ് പറഞ്ഞില്ലേ? വന്നത് ആരായിരുന്നാ മോഹനേട്ടൻ പറഞ്ഞത്? 2 കണ്ണും കാണാത്ത ഒരു പിച്ചക്കാരനല്ലേ? ആ പിച്ചക്കാരന് മോഹനേട്ടൻ 10 രൂപയും കൊടുത്തു അല്ലേ? ഉത്തമ, സംഭവം എന്താണെന്ന് മനസ്സിലായോ? അങ്ങനെ പോയാലോ? ഇവിടെ നിക്ക്. എനിക്ക് മനസ്സില്ല. ഞാൻ എന്താണ് വക്കീലെ സംഭവം? ഒന്നുമില്ല ഉത്തമ, ഞാനും മോഹനകൃഷ്ണ സാറും കൂടി ഒരു നാടകം കളിക്കുക. അതിന്റെ കാര്യം പറഞ്ഞതാ. ഉത്തമൻ ഇത് വെച്ചു. വേണ്ട വക്കീലെ, ഈ കേസിലെ കമ്മീഷൻ എനിക്ക് നേരത്തെ വക്കീൽ തന്നല്ലേ. അതൊന്നും സാരമില്ല ഉത്തമ. ഈ 5000 രൂപ ഇപ്പോഴെനിക്ക് 5 ലക്ഷം രൂപ പോലെ പ്രധാനപ്പെട്ടതാ. ഇപ്പൊ ഉത്തമം വന്നില്ലായിരുന്നെങ്കിലേ എന്റെ മാനം പോയനെ. ഇത് വെച്ചു. വേണ്ടായിരുന്നു. വെച്ചോ. പറയുമ്പോ സത്യസന്ധനാണ്, കൃത്യനിഷ്ഠക്കാരനാണ്, കൈക്കൂലി വാങ്ങില്ല, കള്ളം പറയേയില്ല. പക്ഷേ ഭാര്യ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിച്ച കാശ് ഭാര്യ പോലും അറിയാതെ അടിച്ചു മാറ്റി പോക്കറ്റിലിടും. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് മോഷണം, പിടിച്ചുപറി, വിശ്വാസവഞ്ചന, ചൂഷണം തുടങ്ങി ഏത് വകുപ്പനുസരിച്ചും കേസെടുക്കാം. ഭാര്യയുടെ പണം സ്വന്തം പോക്കറ്റിലാക്കുന്നത് ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ചും കുറ്റമാണ്. ഞാൻ മോഷിച്ചല്ലോ. ഒരാൾ നിനക്ക് തരാൻ കുറച്ച് പൈസ തന്നു, അത് പറയാൻ ഞാൻ മറന്നുപോയി. അയ്യോ, മറന്നുപോയോ? എന്നിട്ടാണോ വന്ന് ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോ അത് കണ്ണു കാണാത്ത ഒരു പിച്ചക്കാരൻ എന്ന് പറഞ്ഞത്? അതിപ്പോ ഏത് എപ്പോ? ഓ, എന്തായാലും മോഹൻലാൽ സാറിന് ഈ സ്വഭാവം നാട്ടുകാരറിയുമ്പോ എന്തു പറയോ എന്തോ. എന്നാലും സ്വന്തം ഭാര്യയുടെ കാശ് അടിച്ചു മാറ്റുക എന്നൊക്കെ പറഞ്ഞ ഞാൻ കാശ് അടിച്ചു മാറ്റിയൊന്നുമല്ല. 5000 രൂപ കിട്ടിയ പന്തയം തോറ്റു വന്നോർത്ത് വെറുതെ ചെയ്തു പോയതാ. മനസ്സിലായി. ഒരു പന്തയം കള്ളക്കണക്കുണ്ടാക്കി ജയിച്ചതിന് പേരിൽ വില്ലേജ് ഓഫീസർ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത്? ഇനി ഈ വീട്ടിലെ സകല ജോലിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് അല്ലേ? പന്തയം ജയിച്ചത് ഞാനാണെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി കാര്യങ്ങൾ എങ്ങനെയാണ്? എങ്ങനെയാ? ഇവിടുത്തെ സകല ജോലികളിലും മോഹനേട്ടൻ എന്നെ സഹായിക്കണം, വേണ്ടേ? അല്ല, അതിപ്പോ ഇത്ര നേരമായില്ലേ, എനിക്ക് 10 മണിക്ക് ഓഫീസിലെത്താനുള്ളതാ. അതുകൊണ്ട് നാളെ പോലെ സഹായിക്കാം. ഉറപ്പാണ്? ഉറപ്പ്. ഈ ഉറപ്പിനത്ര ഉറപ്പ് പോരല്ലോ സാറേ, ഒന്നുകൂടെ ഉറപ്പിച്ച് പറ. ഉറപ്പാണെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? എനിക്കിപ്പോ പൈസക്ക് അത്യാവശ്യമൊന്നുമില്ല. സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി ഇട്. എന്നിട്ട് അടുത്ത മാസത്തെ വരുമാനം കൂട്ടുമ്പോ ഇതിന്റെ പലിശയും കൂടി സ്വന്തം പേരിൽ കൂട്ടാതിരുന്നാ മതി. അടുത്ത മാസം എന്തായാലും എനിക്കായിരിക്കും നിന്നേക്കാൾ കൂടുതൽ. നമുക്ക് പാർക്ക് കൂടുതലിട്ടില്ലെന്താ? എന്തായാലും നമ്മുടെ പൈസയല്ലേ. പന്തയം തോറ്റപ്പോ വില്ലേജ് ഓഫീസർക്ക് ബോധം വീണു. മത്സരമല്ലേ, ജയിക്കാനായി എന്തും ചെയ്യാം. പക്ഷെ ചെയ്യുന്നത് കൊണ്ട് പ്രയോജനം വേണം എന്നതാണ് കാര്യം. ജയിച്ചെന്ന് കരുതി പന്തയം കപ്പിനും ചുണ്ടിനുമിടയിൽ വഴുതുന്നത് കണ്ടപ്പോൾ മോഹനകൃഷ്ണൻ പ്രയോഗിച്ച അവസാനത്തെ ആയുധവും തിരിഞ്ഞു കുത്തിയതോടെ തോൽവി സമ്മതിക്കാതെ വേറെ വഴിയില്ലാതെ വന്നു. പുതിയ മത്സരങ്ങളുടെ കഥയുമായി കാര്യം നിസാരം തുടരുന്നു.